Hi friends, welcome to Maji's Dental Talk. ഞാൻ ഡോക്ടർ മാജിത. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിൽ എങ്ങനെയാണ് ബ്രഷിംഗ് ഹാബിറ്റ് ബിൽഡ് ചെയ്തെടുക്കുന്നതിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് യൂഷ്വലി വരുന്ന മാതാപിതാക്കളുടെ സംശയമാണ് എൻ്റെ കുട്ടി ബ്രഷ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള കംപ്ലയിൻസ് ഒക്കെ. അവർ വാ തുറന്ന് തരുന്നില്ല, ബ്രഷ് ചെയ്യാറില്ല, എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പുതിയതായിട്ട് അമ്മമാർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. അപ്പോൾ നമുക്കിതിനകത്ത് മെയിനായിട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് ബ്രഷാണ് യൂസ് ചെയ്യുക, ഏത് ഏജ് മുതലാണ് ബ്രഷ് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ ഏത് ടൂത്ത് പേസ്റ്റാണ് യൂസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ അറിയേണ്ടത് അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് ഏത് ഏജ് തൊട്ട് ബ്രഷ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു കുട്ടിക്ക് പല്ല് വരുന്നതിന് മുന്നേ തന്നെ അവരുടെ മോണ നമുക്ക് ക്ലീൻ ആക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ മോണ ക്ലീൻ ആക്കി കൊടുക്കുക? നമ്മൾ ആ കുട്ടിക്ക് 6 മാസം തൊട്ട് വേറെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു തുടങ്ങും അല്ലേ. ആ ഒരു ഏജ് മുതൽ തന്നെ ആ കുട്ടിക്ക് നമുക്ക് മോണയൊന്ന് ക്ലീൻ ആക്കി കൊടുക്കാം. അതായത് നല്ല ക്ലീൻ ആയിട്ടുള്ള കോട്ടൺ ക്ലോത്ത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വിരലിൽ അതൊന്ന് ചുറ്റിയിട്ട് അവരുടെ മോണയൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ ബോട്ടിൽ ഫീഡിങ് ഉള്ള, അതായത് ബോട്ടിലിൽ സിംലാക്ക് പോലെയുള്ള പൊടികളൊക്കെ കലക്കി കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ, ബ്രസ്റ്റ് ഫീഡിങ് കൂടാതെ ഇങ്ങനെയുള്ള ഫീഡിങ് ഉള്ള കുട്ടികളാണെങ്കിൽ ഇവർ വാ വൃത്തിയാക്കുന്നത് വളരെ അത്യാവശ്യമാണ്. പാൽപ്പല്ല് പുതുതായി വരുമ്പോൾ തന്നെ അത് കേടാവാനുള്ള ചാൻസ് ഉണ്ട് ഈ ബോട്ടിൽ ഫീഡ് ചെയ്ത് കിടന്നുറങ്ങുന്ന കുട്ടികളിൽ. അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞ ഉടനെ 6 മാസമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതുപോലത്തെ പാലുകളൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും കുട്ടിക്ക് ഒരു സാധാരണ ചൂടുവെള്ളം കുടിക്കാൻ കൊടുക്കുക. അതിനുശേഷം രാത്രിയിൽ ഇതുപോലെ കിടന്നുറങ്ങുന്ന സമയത്താണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയത് ഇതുപോലെ ഫിംഗറിലൊരു കോട്ടൺ ചുറ്റിയിട്ട് അവരുടെ പല്ലിൻ്റെ മേളിൽ അടിഞ്ഞുകൂടിയ പാലൊന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ ആ പല്ലുകൾ കേടാവാതെ ഇരിക്കും. അപ്പോൾ പാൽപ്പല്ല് പുതുതായി വന്നോടനെ തന്നെ കേടാവുന്നുള്ള മെയിനായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ്, ഈ പാല് കുടിച്ചിട്ട് വരുന്ന ഒരു കംപ്ലയിൻറ്റ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ ഒരു പാൽപ്പല്ല് വന്നു കഴിഞ്ഞ് തുടങ്ങിയാൽ തന്നെ നമുക്ക് ആദ്യമേ ഇതുപോലെ നമ്മൾ പറഞ്ഞല്ലോ, പാൽപ്പല്ല് വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഫിംഗറിൽ ചുറ്റിയ കോട്ടൺ ക്ലോത്ത് കൊണ്ട് തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ എന്താണെന്ന് വെച്ചാൽ സിലിക്കൺ ബ്രഷസ് അവൈലബിൾ ആണ്. ഇതാണ് സിലിക്കൺ ബ്രഷസ്. നമുക്ക് ഫിംഗറിൽ അണിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞിൻ്റെ വാ ക്ലീൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൽ സോഫ്റ്റ് ബ്രഷസാണ്. കുഞ്ഞിൻ്റെ വാ ക്ലീൻ ചെയ്യാം. പുതിയതായി പല്ല് വരുന്ന ഏരിയയിൽ വേദന ഉണ്ടെങ്കിൽ പോലും ഇതുകൊണ്ട് ക്ലീൻ ചെയ്താൽ കുട്ടികൾക്ക് അധികം വേദന എടുക്കില്ല. ജെൻറ്റിലായിട്ട് ക്ലീൻ ചെയ്താൽ മതി, ഒരുപാട് പ്രസ് ചെയ്തൊന്നും ക്ലീൻ ചെയ്യേണ്ട കേട്ടോ. പിന്നെ ഉള്ളത് കുട്ടികളുടെ ടങ്ങും ഇത് വെച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം. നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു 1.5 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് നമുക്ക് നോർമലി ഒരു സ്മോൾ ബ്രഷ് അവർക്ക് വാങ്ങിക്കൊടുക്കാം. ഇതുപോലത്തെ ഒരു ബ്രഷ് വാങ്ങിക്കൊടുക്കാം. ബ്രഷിൻ്റെ ഹെഡ് സൈസ് ഭയങ്കര ചെറുതായിരിക്കണം, പക്ഷേ ബ്രിസിൽസ് അത്യാവശ്യം നല്ലതുമായിരിക്കണം. അത്യാവശ്യം നല്ലവണ്ണം ഉണ്ടാവണം, ഹെഡിന് വിഡ്ത്ത് ഉണ്ടാവണം, ബ്രിസിൽസ് ഒരുപാട് വേണം, സോഫ്റ്റും ആയിരിക്കണം. അങ്ങനെയുള്ളൊരു ബ്രഷ് വേണം കുട്ടിക്ക് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഏത് ബ്രഷ് സെലക്ട് ചെയ്യണം എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ ആയാലും ഒരു 3 ഇയേഴ്സ് വരെയൊക്കെ നമുക്ക് ഈ ഒരു സൈസിൽ യൂസ് ചെയ്യാം. പിന്നെ 4 ഇയേഴ്സ് 5 ഇയേഴ്സ് ആകുമ്പോൾ ഇതിൽ കുറച്ചും കൂടി ഹെഡിന് വലുപ്പമുള്ളത്, കുറച്ചുകൂടി ഹൈറ്റ് കൂടിയ ബ്രഷസ് അവൈലബിൾ ആണ്. അത് വാങ്ങിക്കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രഷിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു. ഇനിയുള്ളത് നമുക്ക് ടൂത്ത് പേസ്റ്റാണ്. ഏത് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാം കുട്ടിക്ക്? നമുക്ക് പൊതുവെ യൂസ് ചെയ്യാൻ പറ്റിയത് ഒരു 1.5 വയസ്സ് തൊട്ടൊക്കെയാണ് നമ്മൾ ടൂത്ത് പേസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, ഇതുപോലെ ബ്രഷ് കൊടുക്കുന്ന സമയത്ത് അല്ലേ. അപ്പോൾ പേസ്റ്റ് കൊടുക്കുമ്പോൾ കുട്ടിക്ക് വലിയവരുടെ പേസ്റ്റ് ഒരിക്കലും യൂസ് ചെയ്യരുത്. വലിയവരുടെ പേസ്റ്റ് യൂസ് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ കുട്ടിക്ക് പിടിക്കില്ല. കുട്ടി ബ്രഷിനോട് തീരെ താല്പര്യം കാണിക്കില്ല. അപ്പോൾ ആ കുട്ടിക്കൊരു ഇൻട്രസ്റ്റ് തോന്നാനായിട്ട് നമുക്ക് എന്താ കൊടുക്കാൻ പറ്റിയത്? ഒരു സിമ്പിളായിട്ട് അവരുടെ തന്നെ പിള്ളേർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് ടൂത്ത് പേസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് ടേസ്റ്റ് വളരെ മൈൽഡ് ആയിരിക്കും. ഫ്ലൂറൈഡ് കണ്ടൻറ്റ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റ് സെലക്ട് ചെയ്യുക. അതായത് തുപ്പാൻ അറിയാത്ത കുട്ടികൾക്ക്, അതായത് നമുക്ക് അവരുടെ വായിൽ പേസ്റ്റ് ഇട്ട് ചിലപ്പോൾ അവർ വീഴുന്നു, അങ്ങനെയുള്ള ഏജിലുള്ള കുട്ടികൾക്ക് നമുക്ക് ഫ്ലൂറൈഡ് കണ്ടൻറ്റ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റ് വെച്ച് ബ്രഷ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ തുപ്പാനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഒരു 2 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട കുട്ടികളൊക്കെ തുപ്പാൻ പഠിക്കും. ആ തുപ്പാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ്, ഫ്ലൂറൈഡ് കണ്ടൻ്റ് ഉള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്ലൂറൈഡ് കണ്ടൻ്റ് ഉള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിനോടൊന്ന് ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എന്തെങ്കിലും ഫ്ലൂറൈഡ് കണ്ടൻറ്റ് ഓൾറെഡി അധികമുള്ള പല്ലുകളാണ് കുട്ടിയുടെയെങ്കിൽ നമ്മൾ ഈ ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് പേസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് ബ്രഷാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു കുട്ടീനെ എങ്ങനെ നമുക്ക് ബ്രഷിങ്ങിലേക്ക് കൊണ്ടുവരാം എന്നുള്ള കാര്യമാണ് മെയിനായിട്ട്. അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ 6 മാസം തൊട്ട് നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ വായാണെങ്കിൽ കുട്ടിക്ക് ബ്രഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കാര്യമൊന്നും അല്ല.
അപ്പോൾ ഒരു 1-1.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പതുക്കെ ഈ ബ്രഷിലോട്ട് ഒന്ന് മാറുമ്പോൾ ആ ഒരു സമയം മുതൽ നമ്മൾ ബ്രഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ തൊട്ടേ കുട്ടീനെ നമ്മൾ കാണിച്ചു കൊടുക്കുക, അച്ഛനും അമ്മയും ബ്രഷ് ചെയ്യുന്നുണ്ടെന്നുള്ളത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവരെയും കണ്ണാടിയുടെ മുന്നിൽ നിൽക്കാനൊക്കെ കഴിവുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് ബ്രഷ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ അവർക്കും കണ്ണാടിയിൽ നോക്കി ബ്രഷ് ചെയ്യുക. അപ്പോൾ അവരുടെ വായിൽ പുഴുണ്ട്, കീടാണുണ്ട്, ബ്രഷ് ചെയ്തില്ലെങ്കിൽ കീടാണു പോവില്ല, ജേംസ് ഇങ്ങനെ വന്നിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ ബ്രഷിങ്ങിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ബാഡ് സ്മെല്ലൊക്കെ വരും, പല്ല് കറുത്ത് പോകും, പല്ലിന് ഫോട്ടോ ഒക്കെ നമുക്ക് ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്, അതൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ കുട്ടികൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കും ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ സ്വന്തം ക്ലീനാണെന്ന് അവർക്ക് തന്നെ ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നതും കൂടി കാണുമ്പോൾ നമ്മൾ കൊച്ചുമക്കൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ് അവർ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എന്നും രാവിലെയും രാത്രിയിലും മസ്റ്റായിട്ട് ബ്രഷ് ചെയ്യുക, എന്നാൽ മാത്രമേ നമ്മൾ കുട്ടികൾ അത് ഫോളോ ചെയ്യുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഒരു നേരം ബ്രഷ് ചെയ്തിട്ട് കുട്ടിയെടുത്ത് 2 നേരം ബ്രഷ് ചെയ്യാൻ പറഞ്ഞാൽ കുട്ടി എന്തായാലും ചെയ്യില്ല. അപ്പോൾ നമ്മളായിരിക്കണം ഫസ്റ്റ് മാറേണ്ടത്. ഓക്കെ, നമ്മൾ 2 നേരം ബ്രഷ് ചെയ്യുക, അതനുസരിച്ച് കുട്ടികൾ 2 നേരം ബ്രഷ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇത് ഇത്രയും ചെയ്തു, പക്ഷേ എന്നിട്ടും കുട്ടി ബ്രഷ് ചെയ്യാൻ വില്ലിങ് അല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു ചാർട്ട്, അതായത് ഒരു ബ്രഷിങ് ഹാബിറ്റിന് സ്റ്റാർ കൊടുക്കുന്ന ഒരു ചാർട്ട്, ഒരു വെള്ള പേപ്പറിൽ ജസ്റ്റ് മൺഡേ ടു സാറ്റർഡേ എഴുതുക, സ്റ്റാർ കൊടുക്കാനുള്ള സ്ഥലം ഇടുക. ഒരു ദിവസം 2 സ്റ്റാർ, 2 ഗുഡ് ഹാബിറ്റ്, അതായത് രാവിലെയും രാത്രിയിലും ബ്രഷ് ചെയ്തു ഓരോരോ സ്റ്റാർ രാവിലെയും രാത്രിയിലും കൊടുക്കുക. അപ്പോൾ ഒരാഴ്ചത്തെ സ്റ്റാർ കംപ്ലീറ്റ് ആകുമ്പോൾ ആ ആഴ്ച സൺഡേ നമ്മൾ അവരെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നോ പാർക്കിൽ കൊണ്ടുപോകുന്നോ എന്തെങ്കിലും പറയാം. അപ്പോൾ ആ സ്റ്റാർ മുഴുവൻ കിട്ടിയാൽ മാത്രമേ അത് പോകാൻ പറ്റുള്ളൂ. സ്റ്റാർ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ പോകാൻ പറ്റില്ല എന്നുള്ളത് അവർക്ക് ബോധ്യമാണ്, എന്നാൽ മാത്രമേ അവർ കോപ്പറേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരുമാതിരി പെട്ട കുട്ടികളൊക്കെ, ആദ്യം കോപ്പറേറ്റ് ചെയ്യാത്ത കുട്ടികൾ ഇതിലൂടെ തന്നെ കോപ്പറേറ്റ് ചെയ്ത് ബ്രഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇനി ഇതും നടക്കാത്ത കുട്ടികൾ, ചില കുട്ടികൾ ഇത്രയൊക്കെ ചെയ്താലും ചിലപ്പോൾ ബ്രഷിങ്ങിന് വില്ലിങ് ആവണമെന്നില്ല. അങ്ങനെയുള്ള കുട്ടികളെ ചിലപ്പോൾ നമ്മൾക്ക് ബലം പ്രയോഗിച്ച് പിടിച്ച് കിടത്തിയൊക്കെ ബ്രഷ് ചെയ്യിക്കേണ്ടി വരാം. ഓക്കെ, അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പിടിച്ച് മടിയിൽ കിടത്തി കൈ അനക്കാൻ പറ്റാത്ത പോലെ വെച്ചിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കുറച്ച് ദിവസം അവരുടെ വാശി സമ്മതിക്കുന്നില്ല, നമ്മൾ ബ്രഷ് ചെയ്യാതെ വേറെ രക്ഷയില്ലാന്ന് തോന്നിയാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുട്ടീനോട് ചോദിക്കുക, നീ ഇന്ന് ബ്രഷ് ചെയ്യുന്നോ അതോ ഞാൻ ബ്രഷ് ചെയ്ത് തരണം, പിടിച്ച് കിടത്തി ബ്രഷ് ചെയ്യണമെന്ന് ചോദിച്ചാൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി പറയില്ല ഞാൻ ബ്രഷ് ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ അവർ കൂടെ നിന്ന് ബ്രഷ് ചെയ്യിക്കും. അപ്പോൾ സ്വന്തമായിട്ട് കൈവഴക്കം ബ്രഷിങ്ങിന് വരാനായിട്ട് ഒരു 7 വയസ്സ് 8 വയസ്സൊക്കെ ഒരുമാതിരിപ്പെട്ട കുട്ടികൾക്കൊക്കെ വേണ്ടി വരും. അപ്പോൾ അതുവരെ നമ്മൾ അവരെ ഗൈഡ് ചെയ്ത് അവരുടെ കൂടെ നിൽക്കണം. അവർ ബ്രഷ് ചെയ്യുമ്പോൾ അവർ ബ്രഷ് ചെയ്തിട്ട് എത്താത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ കൂടെ നിന്ന് ബ്രഷ് ചെയ്യിച്ചാൽ മാത്രമേ അവർ ബ്രഷിങ്ങിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു കുട്ടീനെ ബ്രഷ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഏത് ടൂത്ത് ബ്രഷ് സെലക്ട് ചെയ്യണം, ഏതൊക്കെ അവൈലബിൾ ആണ്, ഏതൊക്കെ ടൂത്ത് പേസ്റ്റ് അവൈലബിൾ ആണ്, എത്രയൊക്കെ ഉപയോഗിക്കാം. നമുക്ക് ഒരു അരിമണിയുടെ സൈസ് മാത്രമാണ് നമുക്ക് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാവുന്നത്. അതായത് ഒരു അരിമണി സൈസിലുള്ള ടൂത്ത് പേസ്റ്റ് മാത്രമേ നമുക്ക് 1.5 വയസ്സ് തൊട്ട് 3 വയസ്സ് വരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 3 വയസ്സ് കഴിഞ്ഞാൽ നമുക്കൊരു പീ സൈസിലുള്ള, അതായത് ഗ്രീൻ പീസിൻ്റെ സൈസിലുള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏത് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാമെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കുട്ടിയുടെ ബ്രഷിങ്ങിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. പിന്നെ എങ്ങനെയാണ് ബ്രഷിങ് ചെയ്യേണ്ടതെന്നതിനെ പറ്റി വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. കുട്ടീനെ കിടത്തി പിടിച്ച് വെച്ച് ബ്രഷ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത്, നോർമലി ബ്രഷിങ് ടെക്നിക്ക്, ഒരു 3 വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക് എങ്ങനെയാണ് ബ്രഷിങ് ടെക്നിക്ക് വേണ്ടതെന്നതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ വേറെ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ പുതിയ അമ്മമാർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. പുതിയൊരു അറിവ് പകരുന്ന വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.